നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കഥ എന്ന് പറയുന്നത് പലരുടെയും ഒരു സംശയം തീർക്കുന്ന ഒരു കഥയാണ്. ഇപ്പോൾ പലരും വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സംശയമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വഴിപാടുകൾ ചീട്ടാക്കുന്ന സമയത്ത് നമ്മുടെ പേരും നാളും ഒന്നും എഴുതിയില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് അത് തിരിച്ചറിയുക? അത് ഇന്ന ആളുടെ വഴിപാടാണ്, ഇന്നതാണ് അവരുടെ പേര്, ഇന്നതാണ് നാളെന്നൊക്കെ എങ്ങനെ ഗുരുവായൂരപ്പൻ തിരിച്ചറിയുന്നുണ്ടായിരിക്കുക? അതൊക്കെ അറിഞ്ഞിട്ടാണോ ഗുരുവായൂരപ്പന് ആ വഴിപാടുകൾ സ്വീകരിക്കുന്നത്? അതേപോലെ തന്നെ എന്തെങ്കിലും വഴിപാട് വസ്തുക്കൾ നമ്മൾ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാലമ്പലത്തിനകത്ത് സമർപ്പിക്കാൻ സാധിച്ചില്ല, പകരം കൊടിമരച്ചോട്ടിലാണ് സമർപ്പിച്ചേ, അല്ലെങ്കിൽ ദീപസ്തംഭത്തിൻ്റെ ആ മുന്നിലുള്ള ഭണ്ഡാരത്തിന് മുകളിലാണ് സമർപ്പിച്ചേ, അപ്പോൾ അത് ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ടായിരിക്കുമോ? ശ്രീലകത്തിരുന്നിട്ട് നമ്മുടെ വഴിപാടുകളെല്ലാം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കേട്ടോ. നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കുമോ എന്നുള്ള സംശയങ്ങൾ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ മാറ്റുന്ന ഒരു കഥയാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നലെ ഗുരുവായൂരപ്പൻ ഒരു കയ്യിൽ ഓടക്കുഴലും ഒരു കയ്യിൽ വെണ്ണ ഉണ്ണുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു. അങ്ങനെയായിരുന്നു ഗുരുവായൂരപ്പൻ അലങ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ ഗണപതി ആകട്ടെ നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തോടു കൂടി നമ്മളൊക്കെ നോക്കി സന്തോഷവാനായിട്ടിരിക്കുന്ന ഗണപതി ആയിട്ടായിരുന്നു. ഭഗവതി അമ്മയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നല്ല വിടർന്ന കണ്ണുകളൊക്കെ ആയിട്ടാണ് ഭഗവതി അമ്മ ഉണ്ടായിരുന്നത്. അയ്യപ്പനും അതേ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറയാം. ആദ്യം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരത്തിലേക്ക് കടക്കാം. ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി ഒരു മിടുക്കനായിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു 4-5 വയസ്സ് പ്രായമാണ് എനിക്ക് തോന്നിയത്. എന്നാലും വലിയ ഉയരമൊന്നുമല്ല, നല്ല തടിച്ചുരുണ്ടിട്ട് ആ വലിയ ഉയരമൊന്നും ഇല്ലാണ്ട് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിക്കുട്ടനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2 തിരുമുടിമാലകളൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണം വെളുപ്പും പച്ചയായിരുന്നു, അതായത് നന്ദ്യാർവട്ടപ്പൂക്കളും പിന്നെ തുളസിയും കൂടെ മാറി മാറി കോർത്തിട്ടുള്ളതായിരുന്നു. രണ്ടാമത്തെ തിരുമുടിമാല 3 നിറം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടവും കൂടെ ഇങ്ങനെ ഭംഗിയിൽ ഓരോ നിറങ്ങളായിട്ട് കോർത്തിട്ടുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു 2 തിരുമുടിമാലകൾ ഇന്നലെ ഗുരുവായൂരപ്പനുണ്ടായിരുന്നത്. പിന്നെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം വെള്ള ചുവപ്പ്, അതായത് കുറച്ച് നന്ദ്യാർവട്ടം പിന്നെ തെച്ചി, പിന്നെ നന്ദ്യാർവട്ടം തെച്ചി അങ്ങനെ ഇങ്ങനെ കോർത്തിട്ടുള്ളതായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ആ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ഉണ്ടമാല. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടുണ്ടായിരുന്നത് കുറച്ച് ഭാഗം തുളസി നന്ദ്യാർവട്ടം തുളസി നന്ദ്യാർവട്ടം, പിന്നെ തെച്ചി നന്ദ്യാർവട്ടം തെച്ചി നന്ദ്യാർവട്ടം അങ്ങനെയായിരുന്നു കേട്ടോ. ഈ 2 മാലകൾക്കും ആ പാദത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി ഇങ്ങനെ കോർത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു പൊന്നിൻ കിരീടമൊക്കെ ശിരസിൽ അണിഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഗോപീതിലകൊണ്ട് 2 വലിയ കാതുപൂക്കളൊക്കെയാണ് ആ കാതിൽ ഇങ്ങനെ ചൂടിയിരിക്കുന്നത്. നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ. മാലകളൊക്കെ കാണാൻ നല്ല തിളക്കായിരുന്നു ഇന്നലെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ. അത് മാലകൾ മാത്രമല്ല കേട്ടോ, ആ കൈവളകളും തോൾവളകളും അരയിലെ കിങ്ങിണിയും എന്തൊരു തിളക്കാരെന്ന് അറിയാവുന്ന ഈ വിളക്കിൻ്റെ ശോഭയിൽ എത്ര ദൂരെ നോക്കുമ്പോഴും നന്നായി നമുക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞ് കാണാൻ സാധിക്കുന്ന അത്ര ഭംഗിയിലായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തോൾവളകളും കൈവളകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. വലത്തേ കയ്യിൽ ഒരു വെണ്ണയൂരുള്ള ഇങ്ങനെ എടുത്തിട്ട് ഉണ്ണാനായിട്ട് നിൽക്കുക, ആ ചുണ്ടോടെ ഇങ്ങനെ അടുപ്പിച്ച് ഉണ്ണാനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ്. ഇടത്തേ കയ്യിൽ ആ സന്തത സഹചാരിയായിട്ടുള്ള പൊന്നോടക്കുഴലും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അരയിൽ നല്ല ഭംഗിയുള്ള നല്ല മണികളൊക്കെ കോർത്തിട്ടുള്ള കിങ്ങിണിയുണ്ട്, ഒരു പട്ടുകോണകമുണ്ട്. പിന്നെ കിങ്ങിണിമത്തെ അലങ്കാരം കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഓരോ സ്വർണ്ണ വള്ളികൾ ഇങ്ങനെ ആ അരയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അത്രയും നല്ല രസത്തിലുള്ള വലിയ കിങ്ങിണിയായിരുന്നു. കാലൊക്കെ നല്ല തടിച്ചു വരുന്നിട്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല വീതിയുള്ള കാൽത്തളകളും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ആഭരണങ്ങളും പതിവിനേക്കാൾ കുറച്ചും കൂടി വലിപ്പേറിയതായിരുന്നു. അതുകൊണ്ടാണ് നല്ല ഭംഗിയിൽ അത് വളരെ ദൂരത്തു നിന്ന് തന്നെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല മിടുക്കനായിട്ട് നിൽക്കുന്ന വെണ്ണയും പൊന്നോടക്കുഴലും പിടിച്ച് ഇങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മിടുക്കനായിട്ടുള്ള നമ്മുടെ പൊന്നോമന കണ്ണനെ എല്ലാവരും മനസ്സിലൊന്ന് ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ.
പിന്നെ നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത്. ഗണപതിക്ക് നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരം തന്നെയായിരുന്നു. ഗണപതിയുടെ ഉടയാടയൊക്കെ നല്ല വലിപ്പത്തിലുള്ളായിരുന്നു. ഒരു ചിക്കു നിറത്തിലായിരുന്നു കേട്ടോ അതിൻ്റെ ആ നിറം ഉണ്ടായിരുന്നത്. നിറയെ സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ പതിപ്പിച്ച പോലത്തെ ഒരു ഉടയാടയായിരുന്നു ഗണപതിക്ക് ഉണ്ടായിരുന്നത്. ഒരു കാശുമാലയാണ് ആ കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കാതുകളിൽ പൊട്ട് വെക്കാറുണ്ടല്ലോ സാധാരണ, പക്ഷെ ഇന്നലെ കാതുകളിലായിരുന്നില്ല കേട്ടോ, കുറച്ച് താഴെ കാതുകൾക്ക് പുറത്തായിട്ടാണ്, ആ തോളുകൾക്ക് മുകളിലായിട്ടാണ് ഇന്നലെ ഒരു പൊട്ട്, അതായത് പൂവാണ് കേട്ടോ, സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അത് 3 തട്ടുകളായിട്ട് അങ്ങനെ ചാർത്തിയിരിക്കുന്നത്. ആ 3 ഭാഗങ്ങളിലും ഓരോ സ്വർണത്തിൻ്റെ ഓരോ ഡിസൈനുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഗണപതിക്ക് ഉണ്ടായിരുന്നത്. നമ്മളെയൊക്കെ നോക്കി നന്നായി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷവാനായിട്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഒരു ഗണപതി ആയിട്ടായിരുന്നു ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത്. ഭഗവതി അമ്മയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നല്ല സുന്ദരിയായിട്ട് ഒരു ചെറുപ്പക്കാരി ഭഗവതി അമ്മയാണ് കേട്ടോ. നല്ല ചെറിയ കുട്ടിയല്ല, നല്ല മുതിർന്നിട്ടുള്ള അമ്മയല്ല, ഏകദേശം ഒരു യവനയുക്തയായിട്ടുള്ള ഭഗവതി അമ്മയായിട്ടായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, നല്ല വിടർന്ന കണ്ണുകളൊക്കെയാണ് ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, നല്ല വലിപ്പത്തിലുള്ളത്. ചില സമയത്ത് നല്ല നീണ്ട മിഴികളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇന്നലെ നല്ല വിടർന്ന വലിയ കണ്ണുകളായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ നിറത്തിലുള്ള പട്ടുടയാടയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രഭാവലയം, പുറകിലുള്ള പ്രഭാവലയം നല്ല ചുവന്ന പട്ടുകൊണ്ട്, നിറയെ സ്വർണ്ണ ഡിസൈനുകളുള്ള ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ടായിരുന്നു. കഴുത്തിലൊരു മാങ്ങാ പാലക്കയാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കാതിൽ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നല്ല ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയിലാണ് ചുണ്ടൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് ഇങ്ങനെ ചെറുത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കിരീടത്തിന് പകരമായിട്ട് ഒരു സ്വർണ്ണപ്പൂവ് അവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. വലിയ കിരീടമൊന്നും ആയിരുന്നില്ല ഇന്നലെ. അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗണപതിയെയും ഭഗവതി അമ്മേനെയും എല്ലാവരും നന്നായി തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അയ്യപ്പൻ ഇന്നലെ ഒരു കസവ് മുണ്ടാണ് ഉടയാടയായിട്ടുണ്ടായിരുന്നത്. ഒരു മുതിർന്ന അയ്യപ്പനായിട്ട് തന്നെയാണ് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ 2 മാലകൾ അയ്യപ്പൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം നല്ല വലിപ്പത്തിൽ ഒരു കാശുമാല അണിഞ്ഞിട്ടുണ്ട്. നല്ല നല്ല അടുക്കി അടുക്കി വെച്ചിട്ടുള്ള കാശുകൾ, അതിന് നടുക്കായിട്ടൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മാല കൂടി ഉണ്ട്. അത് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള കല്ലുകളാണ് പതിച്ചിരിക്കുന്നത്. അത് ഈ മാലയോട്, കാശുമാലയോട് ചേർന്നിട്ടാണ്. അപ്പോൾ നല്ല വീതിയുള്ള ഒരു മാല പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ നെഞ്ചിൻ്റെ ഭാഗമൊക്കെ ആ ശോഭയിൽ, വിളക്കിൻ്റെ ശോഭയിൽ നല്ല ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നു. കാതിൽ പൊട്ടുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ, നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പനായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പനെയും നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയായിട്ടുള്ള മഞ്ജുള വാരസ്യാരുടെ കഥയാണ് പറയാനായിട്ട് പോകുന്നത്. മഞ്ജുളയെ പറ്റി പറയുമ്പോൾ മഞ്ജുലാലിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഗുരുവായൂരിൻ്റെ മുഖമുദ്രയായിട്ടുള്ള മഞ്ജുലാലിന് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത്? എപ്പോഴും ഇപ്പോൾ ഗുരുവായൂരിലേക്ക് ഒരുപാട് നാളുകളായിട്ട് വരാതിരിക്കുന്നവരുണ്ടല്ലോ, വിദേശത്ത് താമസിക്കുന്നവരും ഗുരുവായൂരിൽ നിന്ന് വളരെ അകലെയായിട്ട് താമസിക്കുന്നവരൊക്കെ. അവരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ആ ഒരു സമയത്ത് മഞ്ജുലാലിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയൊരു അനുഭൂതിയാണ് ഉണ്ടാകുക. അത് ആ ഒരു മഞ്ജുലാൽ കാണുന്നത് തന്നെ വളരെ ഒരു സന്തോഷം അനുഭവപ്പെടുന്ന ഒരു സമയം. ഗുരുവായൂരപ്പനെ കണ്ടതുപോലെ തന്നെ അത്രയും സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ മഞ്ജുലാൽ കാണുന്നവർക്കും അനുഭവപ്പെടാറുള്ളത്. അത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് മഞ്ജുലാൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മഞ്ജുലാലിനെ ആ ഒരു പേര് ലഭിച്ചത്, ആരാണ് ആ പേര് നൽകിയത്, ആ ഒരു വ്യക്തി, ആ ഒരു ഭക്തയുടെ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അവരുടെ പേരാണ് മഞ്ജുള എന്ന്. ഒരു വാരസ്യാരി കുട്ടിയായിരുന്നു, ഒരു പാവമായിരുന്നു കേട്ടോ. അവർക്ക് അങ്ങനെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ മഞ്ജുളയുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വേറെ, അതായത് അമ്മാവന്മാരുടെ ഒരു ആശ്രയത്തിലാണ് കഴിയുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഗുരുവായൂരിലേക്ക് വന്നത്, അച്ഛൻ മരിച്ചതുകൊണ്ടേ. അപ്പോൾ ഗുരുവായൂർ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആരാരും ഇല്ലാത്തത് കൊണ്ട് ഈ അമ്മയും മകളും ആ വീട്ടിലെ സകല ജോലികളും അവർ രണ്ടുപേരും കൂട്ടിയിട്ടാണ് ചെയ്തു തീർക്കുക. ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും, പക്ഷെ ഒരു വിഷമവും കൂടാതെ ആരോടൊന്നും പറയാതെ എല്ലാം ചെയ്തു തീർക്കും കേട്ടോ. അവരുടെ സന്തോഷം അതിനുള്ളിൽ അവർ കണ്ടെത്തിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ജോലി ചെയ്തിട്ട് ബാക്കി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. രാവിലെയും വൈകിട്ടും എന്നും ഗുരുവായൂരപ്പനെ കാണാനായിട്ട്, തൊഴാനായിട്ട് വന്നിരുന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏക ഒരു സന്തോഷം. ആ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവരിവിടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മഞ്ജുളയും അമ്മയും കൂടി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരും.
അങ്ങനെ വൈകിട്ട് വരുന്ന സമയത്ത് മഞ്ജുളയുടെ കയ്യിൽ ഒരു മാല ഉണ്ടായിരിക്കും കേട്ടോ. തുളസിയും തെച്ചിയും മുല്ലപ്പൂവും ഒക്കെ വെച്ചിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയും കൂടി ആയിട്ടാണ് മഞ്ജുള ഗുരുവായൂരപ്പനെ തൊഴാൻ വരിക. എന്നിട്ട് അത് ഗുരുവായൂരപ്പനെ ചാർത്തി കാണും, മേൽശാന്തി അങ്ങനെ ചാർത്തും. ആ ഒരു സമയത്ത് മഞ്ജുളയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാ. അത് നിത്യവും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുക കേട്ടോ. മഞ്ജുളയുടെ ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നും താൻ കോർക്കുന്ന ആ ഒരു മാല ഭഗവാനെ അണിഞ്ഞ് കാണണേ, അതിനുള്ള ഒരു അനുഗ്രഹം ഭാഗ്യം ഗുരുവായൂരപ്പൻ തനിക്ക് തരണേ എന്നുള്ള ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ മഞ്ജുളയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും മഞ്ജുളയും അമ്മയും ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ മഞ്ജുളയ്ക്ക് അമ്മയെയും കൂടെ വിട്ടുപിരിയേണ്ടതായിട്ട് വന്നു. അമ്മയും മരണപ്പെട്ടു. അതോടുകൂടി മഞ്ജുള തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ടോ, ആരും സ്നേഹിക്കാനില്ലാതെ. പക്ഷെ ആരാ കൂടെ ഉള്ളത്? ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടല്ലോ മഞ്ജുളയുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖങ്ങളൊന്നും മഞ്ജുളയെ ഒരു തരത്തിലും അലട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഗുരുവായൂരപ്പനാണ് ഇനിയെല്ലാം. ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും ആയിട്ട് മഞ്ജുള ഇങ്ങനെ ജീവിച്ചു പോരാ. അങ്ങനെ മുതിർന്നു, വലിയ കുട്ടിയായിട്ടോ, കൗമാരപ്രായത്തിലൊക്കെ എത്തി. അപ്പോഴും ഈ പതിവ് മഞ്ജുള ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് പോകും. വൈകിട്ട് പോകുന്ന സമയത്ത് ഒരു മാലയും കൂടെ കോർത്തിട്ടാ പോകുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ വൈകിട്ട് പോയി കഴിഞ്ഞ് ഗുരുവായൂരപ്പനെയൊക്കെ തൊഴുത് നടയടച്ചിട്ട് വരുമ്പോൾ കുറച്ച് ഇരുട്ടും, നേരെ ഇരുട്ടും. അപ്പോൾ ഈ മുതിർന്ന കുട്ടിയാണല്ലോ, കൗമാരക്കാരിയാണല്ലോ, ഒരു യുവതി ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ അസമയത്തൊക്കെ നടക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു കേട്ടപ്പോൾ ഈ കാരണവന്മാരൊക്കെ കൂടിയിട്ട് മഞ്ജുളയെ തടഞ്ഞു കേട്ടോ. അതായത് നീ ഒരു കൗമാരക്കാരിയാണല്ലോ, ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് ചേരുന്നതല്ല, ഇനി മുതൽ നിന്നെ എവിടേക്കും വിടില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അവർക്കും അത് പലരും പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്കും ബുദ്ധിമുട്ടായി. ഗുരുവായൂരപ്പനെ കാണാനാണ് പോകുന്നതെന്നൊന്നും ആ ഒരു സമയത്ത് അവർ ചിന്തിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? മഞ്ജുളയാകട്ടെ, മഞ്ജുളയ്ക്ക് വിഷമമായിട്ടോ, ഗുരുവായൂരപ്പനെ കാണാതിരിക്കാൻ മഞ്ജുളയ്ക്ക് സാധിക്കില്ലല്ലോ. അങ്ങനെ എതിർക്കാൻ എന്ന് പറഞ്ഞാൽ എതിർക്കാനുള്ള ശക്തിയൊന്നും ഇല്ല, എന്നാലും സമ്മതിക്കാൻ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? കാരണവർമാര് മഞ്ജുളയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ഒരു ദിവസം മഞ്ജുള ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയായിരുന്നേ, വൈകിട്ട് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് മാലയൊക്കെ കോർത്തിട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ വന്നിട്ട് മഞ്ജുളയെ മുറിയിൽ പൂട്ടിയിട്ടത്. അങ്ങനെ മഞ്ജുളയ്ക്ക് വലിയ സങ്കടമായിട്ടോ. ഇത്രയൊക്കെ ഞാൻ ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ടും എന്തേ ഗുരുവായൂരപ്പ എന്നെ കാണാത്തത്? എൻ്റെ സങ്കടം നീ അറിയണില്ലേ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കാരണവന്മാരാണെങ്കിലോ മഞ്ജുളയ്ക്ക് വിവാഹപ്രായമൊക്കെ എത്തിയിട്ടും അവരൊരു വിവാഹം പോലും അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആരും ഇല്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല കേട്ടോ മഞ്ജുളയുടെ കാര്യത്തിൽ. ഈ ഒരു കാര്യം മാത്രമേ അവർ ശ്രദ്ധിച്ചുള്ളൂ. മുതിർന്ന കുട്ടിയാണെങ്കിൽ അസമയത്ത് കയറി നടക്കാൻ പാടില്ല എന്നുള്ളത്. അവർ വിവാഹമൊന്നും ആലോചിച്ചില്ലെങ്കിലും മഞ്ജുളയ്ക്ക് അതിൽ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണനെ തൻ്റെ ഭർത്താവായി കണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് കണ്ടിട്ടാണ് മഞ്ജുള ആരാധിച്ചിരുന്നത്. അപ്പോൾ അതൊന്നും മഞ്ജുളയ്ക്ക് ഒരു വിഷമേ ആയിരുന്നില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവണം, ആ മാലയൊന്ന് അണിയിക്കണം, ആ ഒരു സ്നേഹം അനുഭവിക്കണം, ആ ഭക്തിയിൽ ഇങ്ങനെ ആറാടി ജീവിക്കണം, അത് മാത്രമേ മഞ്ജുളയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ മുറിയിൽ കൂട്ടിയിട്ട സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് മഞ്ജുള ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തേ ഗുരുവായൂരപ്പ എന്നെ നീ കാണാത്തത്? എനിക്ക് എന്താ അവിടേക്ക് വരാൻ സാധിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറി ആരും തുറന്നു. അതാരാണെന്ന് മഞ്ജുളയ്ക്ക് അറിയില്ല. ആരാന്ന് നോക്കാനുള്ള സമയമൊന്നുമില്ല. ഈ കോർത്ത് വെച്ചിട്ടുള്ള മാല എടുത്തിട്ട് മഞ്ജുള ഓരോ ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടോ ഗുരുവായൂർക്ക്. തന്നെ ഇനി ആരെങ്കിലും തടഞ്ഞാലോ എന്നുള്ള ഭയം കാരണം ആരാണ് തുറന്നതെന്നൊന്നും നോക്കാതെ വേഗം ഓടി ഗുരുവായൂർക്ക്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം വൈകിയിരുന്നല്ലോ, സാധാരണ പോകുന്ന സമയത്തേക്കാളും വൈകിയിരുന്നേ. അപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേൽശാന്തി പറഞ്ഞു, അയ്യോ നട അടച്ചല്ലോ കുട്ടി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. കാരണം ഈ മാലയായിട്ടാണ് വന്നിരിക്കുന്നേ, എന്നും ഇത് ഭഗവാനെ ചാർത്തി കാണാറുള്ളതാ. അന്നാണെങ്കിൽ നട അടച്ചപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മേൽശാന്തിക്ക് എന്നും കാണുന്ന കുട്ടിയാണല്ലോ. അപ്പം മഞ്ജുളേനെ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്നാലും ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുട്ടി, നട അടച്ചു എന്നൊക്കെ പറഞ്ഞു മേൽശാന്തി. അപ്പോൾ മഞ്ജുളയ്ക്കാണെങ്കിലോ സങ്കടമായി. ഒരു ദിവസം പോലും താൻ ആ മാല കുറക്കുന്ന ആ ഒരു ഭഗവാനെ അണിയിക്കുന്നത് മുടങ്ങരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ഈ മഞ്ജുളയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മുടങ്ങിയല്ലോ. അതാണ് ആ കുട്ടിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതായത്. അവിടെ നിന്ന് കരഞ്ഞു തുടങ്ങിയിട്ടോ നടയിൽ നിന്നിട്ട്. അപ്പോൾ അവിടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാന്നറിയോ? നമ്മുടെ പൂന്താനം ഇടയ്ക്ക് ഭഗവാനെ കാണാനായിട്ട് വരും, നമുക്കറിയാലോ. അപ്പം അന്ന് അവിടെ പൂന്താനം ഉണ്ടായിരുന്നു. ഈ മഞ്ജുളേനെയും പൂന്താനത്തിനറിയാം, എന്നും മാല കോർത്ത് കൊണ്ടുവരുന്ന കുട്ടിയല്ലേ. അപ്പം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ പൂന്താനത്തിന് സങ്കടമായിട്ടോ. എന്തിനാ കുട്ടി കരയണത്? മാല ഭഗവാൻ സ്വീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അതിന്ന് ചാർത്തി കാണാൻ സാധിക്കാത്തതിലുള്ള വിഷമം കൊണ്ടാണോ? കുട്ടി കരയണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മഞ്ജുളയ്ക്കാണെങ്കിലോ അത് സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിന്ന് കരയാ മഞ്ജുള. അങ്ങനെ പൂന്താനം പറഞ്ഞു, കുട്ടി ഇങ്ങോട്ട് വരൂ.
ഗുരുവായൂരപ്പനെ ചാർത്തണം എന്നല്ലേ ആഗ്രഹം. ഗുരുവായൂരപ്പൻ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ദേ ആ കാണുന്ന ആലിലെ കൊണ്ടുപോയിട്ട് ആ മാല അണിയിച്ചോളൂ, അത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഞ്ജുള കരച്ചിലൊക്കെ നിർത്തിയിട്ടോ. പൂന്താനല്ലേ പറയുന്നത്, അതുകൊണ്ട് എന്തായാലും ഗുരുവായൂരപ്പ ഭക്തനല്ലേ പൂന്താനം എന്ന് പറയുന്നത്. പൂന്താനം പറഞ്ഞത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം, ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും എന്ന് വിചാരിച്ചിട്ട് മഞ്ജുള ആ മാല കൊണ്ടുവന്നിട്ട് ആലിൽ അണിയിച്ചു. ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. ഗുരുവായൂരപ്പ, എനിക്ക് ഇന്ന് നേരത്തെ എത്താൻ സാധിച്ചിരുന്നില്ല. പൂന്താനം എൻ്റെ അടുത്ത് പറഞ്ഞേ ഇങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട്. ഞാൻ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഞാൻ ചെയ്ത് ശരിയാണെങ്കിലും അതിൻ്റെ ആ ഫലം, ആ പുണ്യം, ആ തെറ്റാണെങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ ഒരു മാല അണിയിച്ചത്. ഒപ്പം തന്നെ മഞ്ജുള പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ, എന്നെ എത്രയും വേഗം ഭഗവാൻ എന്നെയും ഒന്ന് കൂടെ കൊണ്ടുപോകും, എനിക്ക് മോക്ഷം തരൂ എന്നും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് മഞ്ജുള അവിടെ നിന്ന് പോയത്. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം പുലർച്ചെ നിർമാല്യത്തിൻ്റെ സമയത്ത് നട തുറന്നു കേട്ടോ മേൽശാന്തി. അങ്ങനെ നിർമാല്യം നമുക്കറിയാലോ, ഓരോ അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചു മാറ്റിയെടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ദേഹത്തുള്ള ആ മാലകളൊക്കെ അഴിക്കുമ്പോൾ ഒരു മാല മാത്രം ഭഗവാന്റെ ദേഹത്ത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുക. അത് അഴിച്ചെടുക്കാൻ മേൽശാന്തിക്ക് സാധിക്കണില്ല. അദ്ദേഹത്തിന് ആകെ ബുദ്ധിമുട്ടായിട്ടോ. കാരണം എന്തൊരു പരീക്ഷണ ഗുരുവായൂരപ്പ ഇത്, എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ, ഇത് എന്താ അഴിച്ചിട്ട് കിട്ടാത്തേന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് അത് അഴിച്ചെടുക്കാൻ സാധിക്കണില്ല. അങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ പൂന്താനം നിൽക്കുന്നുണ്ട്. പൂന്താനത്തിനോട് പറഞ്ഞു, അതേ പൂന്താനം നോക്കൂ, ഈ മാല മാത്രം അഴിച്ചെടുക്കാൻ എനിക്ക് സാധിക്കണില്ല, എന്തൊരു പരീക്ഷണമാണ് ആ ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്ത് ചെയ്യണത്, എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൂന്താനം സൂക്ഷിച്ചു നോക്കിയപ്പോഴേ ഇന്നലെ മഞ്ജുളയുടെ കയ്യിൽ കണ്ട അതേ മാലയാട്ടോ ഗുരുവായൂരപ്പൻ്റെ ദേഹത്ത് ചാർത്തിയിരിക്കുന്നത്. പൂന്താനം അതിശയിച്ചു പോയി, കണ്ണ് നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ. വേഗം പറഞ്ഞു മേൽശാന്തിയുടെ അടുത്ത്, നോക്കൂ, മഞ്ജുളയുടെ കയ്യിൽ ഇന്നലെ ഉണ്ടായിരുന്ന മാലയായത്, ഇത് ഞാൻ ആ ആലിലെ സമർപ്പിക്കാനാണ് ചാർത്താന പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ മാലയാണ് ഗുരുവായൂരപ്പൻ്റെ ദേഹത്ത് കിടക്കുന്നത്, അത് മഞ്ജുള സമർപ്പിച്ചതാണ്, ഗുരുവായൂരപ്പൻ അത് സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ മഞ്ജുള സമർപ്പിച്ച ഒരു മാലയാണെന്ന് മനസ്സിൽ നന്നായി ധ്യാനിച്ച് ആ മഞ്ജുളയുടെ മാലയാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്ന് വിചാരിച്ചിട്ട് ആ മാലയൊന്ന് അഴിക്കാനായിട്ട് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മേൽശാന്തി അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് ആ ഒരു മാല അഴിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും അതിശയായിട്ടോ. കാരണം നടയടച്ചെങ്കിലും കൂടെ എങ്ങനെയാണ് ഭഗവാന്റെ ദേഹത്ത് ആ ഒരു മഞ്ജുളയുടെ മാല വന്നത്? അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിച്ചതാ. മഞ്ജുള ഇട്ടത് എവിടെയായിരുന്നു? ആലിലായിരുന്നു. എന്നിട്ടും അത് ഭഗവാന്റെ ദേഹത്താണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു കഥയിൽ പറയുന്നത്, നമ്മുടെ ഭക്തി എത്രത്തോളം വലുതാണെങ്കിൽ, എത്രത്തോളം വലുതാകുന്നുവോ അത്രത്തോളം അത് ഭഗവാൻ സ്വീകരിക്കും. അത് എവിടെ കൊണ്ടുവച്ചാലും ഭഗവാനുള്ളതാണോ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മഞ്ജുളയെ അണിഞ്ഞ ആ ഒരു മാല കാണാനായിട്ട് അവിടെ എത്തിയപ്പോൾ ആ മാല അവിടെ കാണുന്നുണ്ടായിരുന്നില്ല, മഞ്ജുളേനെയും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മഞ്ജുളയ്ക്ക് ഭഗവാൻ മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാ പറയുന്നത്. പിന്നെ ആരും മഞ്ജുളയെയും കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് മുതലാണ്, ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഈ ആലിനെ മഞ്ജുളാൽ എന്നുള്ള പേര് ലഭിച്ചത്. ഇന്നും ഗുരുവായൂരിൻ്റെ മുഖമുദ്രയായിട്ട് കിഴക്കേ നടയിൽ നിലകൊള്ളുന്ന മഞ്ജുളാൽ. ഇപ്പോൾ വരുന്ന സമയത്ത് അറിയാത്തവരെ കാണാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും മഞ്ജുളാലിനെ പറ്റിയിട്ട്, എല്ലാവർക്കും അറിയുന്ന കഥയായിരിക്കും മഞ്ജുള വാരസ്യാരുടെയും കൂടെ. തികച്ചും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സംഭവ കഥയാണ് കേട്ടോ. എത്രത്തോളം നമ്മുടെ മനസ്സിൽ ഭക്തിയുണ്ടോ അത്രത്തോളം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെറിയ വസ്തുക്കൾ ഭഗവാനെ നിറഞ്ഞ ഭക്തിയോടെ സമർപ്പിക്കുകയാണെങ്കിൽ കൂടെ ഭഗവാൻ അത് സ്വീകരിച്ചിരിക്കും എന്ന് കാണിക്കുന്ന ഒരു കഥ. അപ്പം എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നാമജപങ്ങളൊന്നും നമ്മൾ കുറച്ച് ദിവസം എണ്ണിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും എല്ലാതും കൂടെ ചേർത്ത് 3,68,117 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത്. പിന്നെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അലങ്കാരവർണ്ണനയും എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു. ഈ കഥ പലരും പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും മഞ്ജുളയ്ക്ക് ഭഗവാനെ നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കാഞ്ഞ ആ മാല ആലിൽ അണിയിച്ചപ്പോൾ അത് ഭഗവാൻ സ്വീകരിച്ചു എന്ന് തന്നെയാണ് കഥ പറയുന്നത് കേട്ടോ. അത്രയും നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ എന്ത് തന്നെ നമ്മൾ സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചോളൂ. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് കഥയും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.